ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ ചായയുടെ കൂടെയും അതുപോലെ തന്നെ ജ്യൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് ചിക്കൻ ചീസ് ബോൾ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കിയെടുത്തതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ ഓരോന്നായിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മല്ലിയില നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പകരം കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്തിട്ടാലും മതിയാകും. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗോതമ്പ് മാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അപ്പോൾ ഇനി ഇതിങ്ങനെ അരിഞ്ഞെടുക്കണമെന്നുമില്ല, പേസ്റ്റ് ആക്കിയിട്ടും എടുക്കാവുന്നതാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് മാഗി ക്യൂബ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ മാഗി ക്യൂബ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം. പിന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി കയ്യിൽ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചിക്കനെ വേവിക്കാതെയാണ് ഇങ്ങനെ ഗ്രേറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഇനി ബോയിൽ ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് ഇതുപോലെ എല്ലാതും തന്നെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. അപ്പോൾ ഞാനെല്ലാ മൊസറല്ല ചീസ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്യാതെ വേണമെങ്കിൽ ചെറുതായിട്ട് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഓരോ ബോൾസ് ഇതുപോലെ എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തിയതിന് ശേഷം നടുവിലൊരു ഹോൾസ് ഇട്ടിട്ട് അതിലേക്ക് ഈ ചീസൊന്ന് നിറച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കൂട്ടൊക്കെ ഞാനിവിടെ ചീസ് വെച്ചിട്ട് എല്ലാം തന്നെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു 5 ബ്രെഡ് എടുത്തിട്ടൊന്ന് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ജസ്റ്റ് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് തട്ടിയെടുക്കാം. ഇനിയിപ്പോൾ മുട്ടയില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല, വേണമെങ്കിൽ നമുക്ക് മൈദ ഒന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതിൽ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്കിതെല്ലാം തന്നെ ഒന്നിങ്ങനെ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ടൊന്ന് തട്ടിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ചീസ് ബോൾ എല്ലാം തന്നെ ഞാൻ ബ്രെഡ് ക്രംസിലൊക്കെ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാ ഇവിടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഓരോ ചിക്കൻ ചീസ് ബോൾ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചീസൊക്കെ ഇതിൽ നിന്ന് ചെറുതായിട്ട് പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഡബിൾ കോട്ടിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണിത്. അവർക്ക് ഹെൽത്തിയും കൂടിയാണിത്. അപ്പോൾ നമ്മളിത് അവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ എന്താ നമ്മുടെ ചീസ് ബോളൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ബോൾസ് കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ചീസ് ബോൾസും ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചീസ് ബോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.